മാർക്കോ. ഓ മൈ ഗോഡ്, ദി മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററി. അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററി. മാർക്കോ തലവര മാറ്റും. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന സ്റ്റാറിന്റെ, പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ, ഹനീഫ് അദാനി എന്ന് പറയുന്ന ഡയറക്ടറുടെ, ഇതിന്റെ സിനിമോട്ടോഗ്രാഫറുടെ, എന്തിനധികം പറയണം, മലയാളം ഫിലിമിന്റെ തന്നെ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ തലവര മാറ്റാൻ പോവാണ് മാർക്കോ എന്ന് പറയുന്ന ഗംഭീര സിനിമ. മലയാളം ഫിലിം ഹിസ്റ്ററി എന്ന് മാത്രമല്ല, ഇന്ത്യൻ ആക്ഷൻ ഫിലിംസിന്റെ, വയലന്റ് ഫിലിംസിന്റെ എക്സ്ട്രീം ലെവൽ വയലൻസ് ആണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഏത് രീതിയിൽ ഇതിന്റെ റിവ്യൂ പറയണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, കാരണം തലന്റെ പെരുപ്പ് മാറിയിട്ടില്ല. എന്റെ മോനെ, എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്! അയ്യോ, ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ര മാരക സിനിമയായിരിക്കും ഞാൻ കാണാൻ പോണതെന്ന്. അവിടെ തിയേറ്ററിൽ കയറി ഇരിക്കും പോലും വിചാരിക്കുന്നില്ല. എന്തിന് ഇതിന്റെ ടൈറ്റിൽസ് കാണിക്കുന്ന സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് ബ്ലഡ് എന്ന് പറഞ്ഞ സിനിമ, ആ പാട്ടുണ്ടല്ലോ, നമ്മുടെ വെങ്കി, സന്തോഷ് വെങ്കി പാടിയിട്ടുള്ള പാട്ട്, ആ പാട്ട് വരുന്ന സമയത്ത് പോലും ഇത് കാണാൻ പോണത് ഒരു അത്ഭുതമാണ് എന്ന് വിചാരിച്ചിട്ടില്ല. ഹോണസ്റ്റ്ലി, സത്യമായിട്ടാണ് പറയണത്. അത്രയും ഒരു ഭയങ്കര ഇമ്പാക്ട് എന്നുള്ള ഒരു സിനിമ ഒരു പക്ഷേ ഈ അടുത്തൊന്നും ഇത്ര ത്രില്ലടിച്ചിട്ടുള്ള, ഇത്ര ത്രില്ലിംഗ് ആയിട്ടുള്ള, ഇത്രയും ഗൂസ് ബംസ്, ഇത്രയും രോമാഞ്ചം തന്നിട്ടുള്ള, ഇത്രയും ആർപ്പ് വിളിച്ച്, ഇത്രയും ഞെട്ടിച്ച്, എന്തിന് ഇത്ര വയലന്റ് ആയിട്ടുള്ള ഒരു സിനിമ എൻ്റെ ലൈഫിൽ ഒരു പക്ഷേ ഈ അടുത്ത് എനിക്ക് ലൈഫിൽ തന്നെ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പക്ഷെ നമ്മൾ ഹോളിവുഡ് സിനിമകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോ പോലെയുള്ള സിനിമകളുണ്ട്. പല ആളുകളും കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സിനിമേന്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആളുകൾ കമന്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ കണ്ടിട്ടില്ലല്ലേ, ഗ്രീൻ ഇൻഫേർണോ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്, ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ മലയാളത്തെ സംബന്ധിച്ച് ഈ മലയാളം പോലൊരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ പറഞ്ഞ സോയോടും ഇന്റർനാഷണൽ സ്റ്റഫ്, അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന സിനിമകളോട് കിടപിടിക്കുന്ന രീതിയിൽ, ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് തന്നെ പറയുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പടം നമ്മൾ പറയാം സ്വപ്നേ നിരീക്ഷില്ല, അമ്മാതിരി പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ണി മുകുന്ദൻ, എൻ്റെ മോനെ, നിങ്ങൾക്ക് ഏത് ഇന്ത്യൻ ലെവൽ മാത്രമല്ല, ഏത് ഫിലിം ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും, ഏത് നടൻ എടുത്താലും, എവിടെ പോയാലും നിങ്ങൾക്ക് ഈ സിനിമയുടെ പേരിൽ നെഞ്ചും വിരിച്ചിരി നിൽക്കാം. മമ്മൂക്ക രാജമാണിക്യത്തിൽ പറയുന്ന പോലെ, ഇനി ഞാനൊന്ന് മസിൽ പിടിച്ചോദിച്ചില്ലേ, ധൈര്യമായിട്ട് ആയിക്കോളൂ, ഇനി നിൽക്കൊന്ന് മസിൽ പിടിക്കാം. ഉണ്ണിമുകുന്ദന്റെ ഒക്കെ സ്വാഗ്, എടാ എവിടെയായിരുന്നു ഇതൊക്കെ? ഇപ്പോഴാണ് പുള്ളിന്റെ ആ ഒരു ബോഡിക്കും അഭിനയത്തിനും ആ സ്വാഗിനും അതിന് പറ്റിയൊരു സാധനം കിട്ടിയത് ഇപ്പോഴാണ്. സ്ക്രീനിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഉണ്ടല്ലോ, എന്ത് രസമാണെന്ന് അറിയോ പുള്ളിന്റെ ബോഡി എടുത്ത് കാണിക്കുന്നത്, പുള്ളിന്റെ ഡയലോഗ് ഡെലിവറി. അയ്യോ, മഹാസംഭവം. മാർക്കോ എന്ന് പറയുന്നതിന്റെ എക്സ്പീരിയൻസ്, അത് മാത്രമാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. അത്ര അധികം ഞെട്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പാക്ട് ഇപ്പോഴും, ഞാൻ അത് കഴിഞ്ഞ് ഇത്ര ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിരിക്കുമ്പോഴും ആ സിനിമ കണ്ടതിന്റെ ഇമ്പാക്ട് എൻ്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ടില്ല. അവസാനത്തെ ഒരു സീനുണ്ട്, അതെങ്ങനെ പറയേണ്ടത്, എൻ്റെ അമ്മ, വില്ലന്മാര് വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു സാധനം, ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ജാതി വയലൻസ്! നമ്മൾ തന്നെ ഈ വീഡിയോയിൽ, ഇതിനു മുമ്പ് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് വയലന്റ് ഫിലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കില്ലായിരിക്കും. ഈ അടുത്ത് വന്നിട്ടുള്ള കിൽ എന്ന് പറയുന്ന സിനിമ. കില്ലൊന്നും ഇതിന്റെ 7 അയലത്തേക്കില്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മാരകമായിട്ടുള്ള ബ്ലഡ് എന്നൊക്കെ പറഞ്ഞ ചോരയിൽ കുളിച്ചൊരു സിനിമ. അതും എന്ത് സൂപ്പറായിട്ട് വിഷ്വൽസ്, ഇതിന്റെ കട്ട്സ്, എടാ ബ്ലാക്ക് എന്ന് പറയുന്ന കളറിന്റെ ഭംഗി എന്ത് രസമായിട്ടാണ് ഇവർ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നമ്മൾ പറയും എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ പറയും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മനോഹാരിത ഓരോ സീനിലും ഇങ്ങനെ ഒപ്പിയെടുക്കുക എന്ന് പറയില്ല നമ്മള്, എക്സാക്ട്ലി അതെന്താണോ ആ ഭംഗി നമുക്ക് ഇങ്ങനെ കിട്ടും പ്രേക്ഷകൻ. അത്ര രസമായിട്ടാണ് ആ ഫ്രെയിമിംഗ് ഒക്കെ. എന്ത് മനോഹരമായ ഫ്രെയിമിംഗ് ആണെന്ന് അറിയൂ. അത് ഓരോ സീൻ, ഓരോ ഷോട്ടൊക്കെ, ഒന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ഷോട്ട്, സൈഡിൽ നിന്നാണെങ്കിൽ അടുത്ത് താഴത്തുനിന്ന് അടുത്ത് കട്ട് ചെയ്തതിന് പലതരം ഷോട്ട്സ്. ഈ ഫൈറ്റ് ഒക്കെ ചെയ്തിരിക്കണത് നമ്മുടെ പുള്ളിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ആനിമൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള വിക്രം മോർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആനിമൽ സിനിമയുടെ ഫൈറ്റ് കുറെ പുള്ളിയാണ്, കാന്താര സിനിമയുടെ ഫൈറ്റ് കുറെ പുള്ളിയാണ്. പുള്ളി ഇതിൽ അഴിഞ്ഞാടിരിക്കണം. ഇത് കണ്ടതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിക്കാൻ തോന്നും പലപ്പോഴും. പിന്നെ ഉണ്ണിമുകുന്ദനെയും നമ്മൾ മലയാള ആക്ടേഴ്സിനെ കാണുമ്പോഴാണ് ഇത് മലയാള സിനിമ തന്നെയാണ് നമുക്ക് പറയാൻ തോന്നുള്ളൂ. ഇത് എനിക്ക് ഹോണസ്റ്റ്ലി ഈ സിനിമയുടെ മറ്റ് ഭാഷകളിൽ, തമിഴ്, തെലുഗു മാത്രമല്ല, പുറത്ത് ബാക്കിയുള്ള പല സ്ഥലങ്ങളിലുള്ള റെസ്പോൺസ് എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ സിനിമയുടെ
സ്ക്രിപ്റ്റിംഗ് മനോഹരമാണ്. നമ്മൾ ഈ ഒരു ആക്ഷൻ സിനിമയിൽ അധികം സ്ക്രിപ്റ്റും കാര്യങ്ങളുണ്ട്, പക്ഷെ കണക്ഷൻ കൊടുത്ത് മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ഈ സിനിമയ്ക്കുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് തുടങ്ങുന്ന പണി. ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്റെ മോനെ ഉണ്ണീന്റെ ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്. ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് പണ്ട് ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ പറഞ്ഞ സമയത്ത് ചിന്നു പാപ്പച്ചൻ പറഞ്ഞ പോലെ തിയേറ്റർ കുലുങ്ങും എന്ന് പറഞ്ഞില്ലേ, ആ കുലുക്കൊക്കെ ഇവിടെയാണ്. ഈ സിനിമയിലാണ് ആ കുലുക്കൊക്കെ, അവിടെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു തിയേറ്റർ കുലുങ്ങുക. ഒരു വെള്ളിയാഴ്ച ഒരു സിനിമയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇത്രയും ഹൗസ്ഫുൾ ഉണ്ടാവാറില്ല. ഞാൻ ഹൗസ്ഫുൾ തന്നെയാണ്, ഒരു സീറ്റ് ബാക്കിയില്ല. അങ്ങനെ നിറച്ച ആളിരുന്നു, അതും ആവേശത്തോടെ ഇങ്ങനെ. എടാ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഒരു സിനിമ ഇത്ര ഗംഭീരമായിട്ട് വരുന്നത് വളരെ റെയർ ആയിട്ടാണ് സംഭവിക്കാറുള്ളൂ. മലയാളത്തിൽ അത് ഈ അടുത്ത് സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ കൊടുത്ത ഹൈപ്പിന്റെ മുകളിൽ എന്നല്ല, അതുക്കും മേലെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ, വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ, ഞെട്ടിക്കുന്ന സിനിമ, ത്രില്ലായിട്ടുള്ള സിനിമ. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ആദ്യം പറയുന്നു, വയലൻസ് എന്ന് പറഞ്ഞാൽ വീണ്ടും പറയണ എക്സ്ട്രീം ലെവൽ വയലൻസ് ആണ്. കാണാൻ ത്രാണിയുള്ളവർ പോയാൽ മതി. ഞാൻ തന്നെ ഇതിലൊരു സീനുണ്ട്. ഇനി ഒരു കാര്യം അവിടെ പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോ നവജാത ശിശു അല്ലെങ്കിൽ എന്തെല്ലാം കുഞ്ഞിനെ വയറ്റുന്ന് എടുത്ത് കീറി പിടിച്ചു പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ കുറെ ആളുകൾ എന്നെ വന്ന് തെറി വിളിച്ചു. എടാ പടം കാണ്, ഒന്നുമല്ല, അതൊക്കെ ഇതിലൊരു സീൻ മാത്രം. അതുപോലത്തെ എത്ര സീൻ എന്നറിയും. വയലൻസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, വയലൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ദയവേത് സിനിമയ്ക്ക് പോകരുത്. അത്രയും വയലൻസ് ഈ സിനിമയിലുണ്ട്. അതുപോലെ ഇതിലൊരു ആക്ഷൻ എല്ലാം ഒന്നിനൊന്ന് മുകളിലാണ്. ഈ വിക്രം മോർ പുള്ളി ഞാൻ പറഞ്ഞില്ല, അറിഞ്ഞ് പണിത് വെച്ചിട്ടുണ്ട് സിനിമയില്. അതും ആ ആക്ഷൻ ചെയ്യാൻ ഒരു പക്ഷേ ഇത്ര നീറ്റായിട്ട് ചെയ്യാൻ ഉണ്ണിമുകുന്ദൻ അല്ലാതെ മറ്റൊരാളുണ്ടോ നമ്മൾ ചിന്തിച്ചു പോകും. ഒരു പക്ഷേ ഭയങ്കര മനോഹരമായിട്ട് ആക്ഷൻ ചെയ്യുന്ന ആളാണ് പൃഥ്വിരാജ്. പക്ഷെ പൃഥ്വിരാജ് ചെയ്താൽ പോലും കുറച്ച് ഓവറായിട്ട് ഒരു പക്ഷെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ ടൊവിനോ ചെയ്താൽ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്തേക്കാം. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് അവിടെ ഫീൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇപ്പം മമ്മൂക്ക ലാലേട്ടനൊക്കെ ഓക്കെ, അവർ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ദുൽഖർ സൽമാൻ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ഈ സമയത്ത് ഏതൊരു നടനെ എടുത്താലും ഇത്ര നീറ്റായിട്ട് ഇത് ചെയ്യുമോ എന്നുള്ള ഡൗട്ട് നമ്മളിലേക്ക് വരും. അത്തരത്തിൽ എന്താ പറയുക, ഒരു പാകം ഉണ്ടല്ലോ ഈ ഫൈറ്റ് ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും എല്ലാത്തിനും ഒരു പാകം ഉണ്ട്. ആ പാകം കറക്റ്റ്, കൃത്യം, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നമ്മൾ ഇത് അളന്ന് മുറിച്ച് കളയാന്ന് പറയും ചില അത്തരത്തിലാണ് ഇത് പ്രസന്റ് ചെയ്തത്. അളന്ന് മുറിച്ചാണ്. അത് എന്ത് വെച്ച് അളന്നിരിക്കാൻ എനിക്കറിയില്ല. ഒരു പക്ഷേ ഇത് വിക്രം മോർ എന്ന് പറയുന്ന ഫൈറ്റ് കൊറിയോഗ്രാഫറുടെ കഴിവായിരിക്കാം, നമുക്കതറിയില്ല. പക്ഷെ അത്രയും നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത്ര എന്താ പറയുക, സിമ്പിൾ ആയിട്ടാണ് ഉണ്ണിമുകുന്ദൻ അത് കൈകാര്യം ചെയ്തത്. ഒരു സ്ഥലത്ത് പോലും ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുക എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ തന്നെ കൊണ്ട് കഴിയാത്തതിന്റെ ഒരു പടി മുകളിലേക്ക് ചെയ്തു, അല്ലെങ്കിൽ തന്നെ കൊണ്ട് കഴിയാത്ത രീതിയിലാണെന്നുള്ള രീതിയിലോ ഒരു നെഗറ്റീവ് വരുന്നില്ല. അത്രയും മാർക്കോ എന്ന് പറഞ്ഞ കഥാപാത്രം, ഇയാൾക്ക് ഇത് സാധ്യമാണ്, ഇയാൾക്ക് ഇത് വളരെ ഈസിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഓരോ ഷോട്ടിലും ഉണ്ണിമുകുന്ദൻ വന്നു പോകുന്നത്. എനിക്കിതിനാകെ നെഗറ്റീവ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ മിസ്കാസ്റ്റ് ആയി പോയി തോന്നിയ ഒരു കഥാപാത്രം ജഗദീഷ് ചേട്ടന്റെ കഥാപാത്രമാണ്. വളരെ ബോറായിരുന്നു. ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള ജഗദീഷ് ചേട്ടന്റെ കഥാപാത്രങ്ങൾ ഏറ്റവും വേസ്റ്റ് ക്യാരക്ടറാണ് ഇതിലേതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ തുടക്കം പക്ഷെ ഇൻട്രോ അതിഗംഭീരമായിരുന്നു. നമ്മള് അയ്യോ ഇതാര് ജഗദീഷ് ചേട്ടനും തോന്നുന്ന രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡയലോഗ്, വായിന്ന് സംസാരം, ശബ്ദം വന്നപ്പോ തീർന്നു. കാരണം ടിപ്പിക്കൽ ജഗദീഷായി പോയി അവിടെ. നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അച്ഛൻ സ്നേഹമൊക്കെ പറയുന്ന പോലത്തെ ഒരാൾ വില്ലനാണ് നമ്മൾ ആലോചിക്കണം. വില്ലന്റെ യാതൊരു തര സംഭവം അതിലില്ല. അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ അല്ലാതെ ഒരു മെയിൻ വില്ലന്റെ താഴെയുള്ള ഒരാളായിട്ട് വലങ്കയോ ഒടങ്കയോ ഒക്കെ ആയിട്ട് കാണിക്കുകയാണെങ്കിലും അഡ്ജസ്റ്റബിൾ ആയത്. പക്ഷെ ഇത്രയും വലിയൊരു ക്യാരക്ടർ പുള്ളിക്ക് ഹെവി ലോഡായ പോലെ തോന്നി, താങ്ങാൻ കഴിയുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള കഥാപാത്രം ഒട്ടും മാച്ച് ആകാത്ത പോലെ ഫീൽ ചെയ്തു. അപ്പൊ അത് മാത്രമാണ് എനിക്കിതൊരു മിസ്കാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. അതുപോലെ ഏറ്റവും എൻഡിൽ ഈ ടൈറ്റിൽ കാർഡ് കഴിഞ്ഞതിന് ശേഷം ഒരു സാധനം കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ഇത് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഭയങ്കര, നമുക്ക് നേരത്തെ പറഞ്ഞ എക്സ്ട്രീം എന്നുള്ള വാക്കിനെ ഉപയോഗിക്കാം, എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷനിലാണ് ഈ സാധനം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സാധനം പിന്നെ അവിടെ ആവശ്യമില്ലാലും തോന്നിപ്പോയി. അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീൻസ് ഒക്കെ അയ്യോ വയലൻസിന്റെ അങ്ങേയറ്റം. എന്തായാലും സിനിമ വേറെ ലെവൽ സിനിമയാണ്. ഇത് പാൻ ഇന്ത്യൻ ലെവലിൽ എല്ലാ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അത് എടുത്തു പറയുമ്പോൾ തന്നെ ഈ സിനിമയെ ആ ലെവലിൽ കൊണ്ടു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വെച്ചിട്ടുള്ള ഒരാളാണ് രവി ബസ്രൂർ. അറിഞ്ഞ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്തിരിക്കുന്നത്, ഓരോ സ്ഥലത്തും കൊടുത്തിരിക്കുന്ന ബീജിയം, ബീറ്റുകൾ എന്ത് രസമാണ്. അതുപോലെ ബീറ്റ് ഒന്നുമില്ല, അതൊരു മ്യൂസിക്കും ഇല്ല, അതൊരു ഫൈറ്റ് ഉണ്ട്. ഏകദേശം 10-15 മിനിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഫുൾ ഇടി. നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുമ്പോൾ ഈ ഇടിയോട് ഇടി, ജോൺ വിക്കിലൊക്കെ ചില സമയത്ത് കാണാറുണ്ട്. അത്തരത്തിലുള്ള വിഷ്വൽസ്, ഈ ചില ഗെയിമിങ്ങിലൊക്കെ കാണിക്കുന്ന പോലത്തെ ക്യാമറ, എന്നിട്ട് വേറെ സൗണ്ടും ഇല്ല. ഈ സൗണ്ടിങ് മാത്രം, BGM ഇല്ലാതെ സൗണ്ട് മാത്രം, ഇടിക്കണ സൗണ്ട്, കുത്തുന്ന സൗണ്ട്, വലിക്കണ സൗണ്ട്, കയറുന്ന സൗണ്ട്, അലർണ സൗണ്ട്. അങ്ങനെ 10-15 മിനിറ്റ് എങ്ങനെ രവി ബസ്റൂർ പിടിച്ചെന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് രവി ബസ്റൂർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തോട്ടെ, ചെയ്തോ എന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ നിന്നൊരു പണിയും ചെയ്തിട്ടുണ്ട്. കണ്ടറിയാ, മാർക്കോ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്, വേറെ ലെവൽ സാധനം. ഉണ്ണിമുന്തൻ അടുത്ത, ഞാൻ അത്ര വലിയ സംഭവത്തിലേക്ക് പറയില്ല, എന്നാലും നമുക്ക് പ്രഭാസനെ പണ്ട് അറിയില്ലായിരുന്നു, ഒരു ബാഹുബലി വേണ്ടി വന്നു. നമുക്ക് എന്താ പറയാ, നമ്മുടെ റോക്കി ഭായ് യശ് നമുക്കറിയില്ലായിരുന്നു, ഒരു KGF വേണ്ടി വന്നു. അതുപോലെ ഉണ്ണിമുന്തനെ ഇനി പാൻ ഇന്ത്യൻ രീതിയിൽ ആളുകൾ അറിയാൻ പോകുന്നത് ഈ സിനിമയുടെ പേരിലായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. കാണാം, കാണുന്നവരെ.